യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ 30ാമത്തെ വീഡിയോ ആണ് ഇത്. 1ാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും, സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മാത്തമാറ്റിക്സിലെ ഏറ്റവും വലിയ സംഖ്യയെ നമ്മൾ വിളിക്കുന്നത് അനന്തത അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്നാണ്. അനന്തത അല്ലാത്ത മറ്റെല്ലാ സംഖ്യകളെയും വിളിക്കുന്നത് പരിമിത സംഖ്യകൾ അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പേഴ്സ് എന്നാണ്. നിങ്ങൾ ഒരു റോഡിന്റെ ഒരറ്റത്ത് നിൽക്കുകയാണ് എന്ന് കരുതുക. റോഡ് ഇങ്ങനെ മുന്നോട്ട് കിടക്കുകയാണ്. വളവും പുളവുമില്ല, കയറ്റവും ഇറക്കവുമില്ല. നിങ്ങൾക്ക് മരണമില്ലെന്നും സങ്കല്പിച്ചു കൊള്ളുക. നിങ്ങൾ ഈ റോഡിന്റെ ഒരറ്റത്ത് നിന്ന് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. പക്ഷേ എത്ര കാലം നടന്നാലും റോഡിന്റെ മറ്റേ അറ്റത്ത് എത്തുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ റോഡിന്റെ നീളമാണ് അനന്തത അല്ലെങ്കിൽ ഇൻഫിനിറ്റി. ഇനി നിങ്ങൾക്ക് മരണമില്ലെന്ന് വീണ്ടും സങ്കല്പിച്ചു കൊള്ളുക. ഒന്നിൽ നിന്ന് ആരംഭിച്ച് ഒന്ന് വീതം കൂട്ടിക്കൂട്ടി നിങ്ങൾ എണ്ണാൻ തുടങ്ങി. പക്ഷേ എത്ര കാലം ഇരുന്നെണ്ണിയാലും നിങ്ങൾ അനന്തതയിൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ എത്തത്തില്ല. ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ വലിയ പരിമിത സംഖ്യകളിൽ അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പേഴ്സിൽ നിങ്ങൾ എത്തും എന്ന് മാത്രം. ഫിലോസഫിയിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്ന അറിവ് ഇതാണ്. അതായത് ദൈവത്തിന്റെ ഓരോ ഗുണവും, ക്വാളിറ്റി ഓരോന്നും അനന്തം അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആണ്. ദൈവത്തിന്റെ സ്നേഹം അനന്തമാണ്. അതുപോലെ ദൈവത്തിന്റെ ബുദ്ധിശക്തി, ദൈവത്തിന്റെ പരിശുദ്ധി, അതുപോലെ മഹത്വം, അതുപോലെ ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ നീതി, ഇങ്ങനെ ദൈവത്തിന്റെ ഏത് ഗുണം എടുത്താലും ആ ഗുണത്തിന്റെ എല്ലാം അളവ് അനന്തം അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആണ്. ദൈവത്തിന്റെ പരിശുദ്ധി അല്ലെങ്കിൽ ഹോളിനെസ്, അത് അനന്തം അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആണ്. ഇക്കാരണത്താല് ദൈവം തെറ്റിനെ അനന്തമായി വെറുക്കുന്നു. തന്മൂലം ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാപം ചെയ്യുമ്പോൾ തന്നെ ദൈവനീതിയുടെ മുൻപിൽ അനന്തമായ ശിക്ഷ, അതായത് ഇൻഫിനിറ്റ് പെനാലിറ്റി അർഹിക്കുന്നവനായി മാറുന്നു. മാത്തമാറ്റിക്സിലെ നിയമമനുസരിച്ച് അനന്തതയോട് ഒരു തവണ അനന്തത കൂട്ടിയാൽ കിട്ടുന്നതും അനന്തത തന്നെയാണ്. ഇനി ഒരു പ്രാവശ്യമല്ല, അനന്തതയോട് നമ്മൾ എത്ര തവണ അനന്തത കൂട്ടിയാലും കിട്ടുന്നത് അനന്തത തന്നെയാണ്. കാരണം അനന്തതയേക്കാൾ വലിയ സംഖ്യയില്ല. ഇതാണ് മാത്തമാറ്റിക്സിൽ അനന്തതയെ സംബന്ധിച്ച നിയമം. മൃഗത്തെക്കാൾ വിലയുള്ളവനാണ് മനുഷ്യൻ. അതിനാല് മനുഷ്യന്റെ സഹനത്തിന് മൃഗത്തിന്റെ സഹനത്തെക്കാൾ വിലയുണ്ട്. ഇനി ദൈവത്തിന്റെ മഹത്വം അല്ലെങ്കിൽ വില എന്ന് പറയുന്നത് അനന്തം, ഇൻഫിനിറ്റ് ആണ്. ഇക്കാരണത്താല് ദൈവം സഹിച്ചാൽ അതിന് അനന്തമായ മൂല്യം അല്ലെങ്കിൽ ഇൻഫിനിറ്റ് വാല്യൂ ഉണ്ട് എന്ന് വരുന്നു. ക്രിസ്തു ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ്. അതിനാല് യേശു ഏറ്റവും വേദനജനകമായ ഈ കുരിശുമരണം സഹിച്ചു കഴിഞ്ഞാൽ ആ കുരിശുമരണത്തിന്റെ മൂല്യം അല്ലെങ്കിൽ വില എന്ന് പറയുന്നത് അനന്തം, ഇൻഫിനിറ്റ് ആണ്. നമ്മൾ പറഞ്ഞു, ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാപം ചെയ്യുമ്പോൾ തന്നെ ദൈവ തിരുമുൻപില് അനന്തമായ ശിക്ഷ അർഹിക്കുന്നവനായി മാറുന്നു എന്ന്. ഇനി അയാള് ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങൾക്കും കൂടി വേണ്ടിവരുന്ന ശിക്ഷയും അനന്തത തന്നെയാണ്. കാരണം അനന്തതയോട് എത്ര തവണ അനന്തത കൂട്ടിയാലും കിട്ടുന്നത് അനന്തത തന്നെ. ഇനി മനുഷ്യരായി നമ്മൾ എല്ലാവരും കൂടി ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളുടെയും പേരിൽ വരുന്ന ആകെ ശിക്ഷയുടെ അളവും അനന്തത തന്നെയാണ്. യേശുവിന്റെ കുരിശുമരണത്തിനും അനന്തമായ വില, മൂല്യം ഉണ്ട്. അപ്പോൾ
യേശുവിന്റെ കുരിശുമരണത്തെ മുൻനിർത്തി ഏത് മനുഷ്യന്റെയും പാപങ്ങൾ അല്ലെങ്കിൽ ഏത് മനുഷ്യന്റെയും പേരിലുള്ള അനന്തമായ കടം അത് ദൈവത്തിന് ക്ഷമിക്കാവുന്നതേയുള്ളൂ. അയാള് യേശുവിൽ വിശ്വസിക്കണം എന്ന് മാത്രം. ഇനി നമുക്ക് ഒരു ഉദാഹരണത്തിന്റെ കാര്യത്തിലേക്ക് പോകാം. എന്റെ കയ്യില് ഒരു രത്നം ജ്യൂവൽ ഉണ്ട് എന്ന് കരുതുക. അതിന്റെ വില 1,00,000 രൂപ ആണ് എന്നിരിക്കട്ടെ. നിങ്ങളിൽ നിരവധി പേർക്ക് ഈ 1,00,000 രൂപ എനിക്ക് നൽകി ഈ രത്നം വാങ്ങാനുള്ള ശേഷിയുണ്ട്. ഇനി എന്റെ കയ്യിൽ ഇരിക്കുന്ന രത്നത്തിന്റെ വില 1,00,000 കോടി രൂപ ആണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ചുരുക്കം ചില കോടീശ്വരന്മാർക്ക് എന്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ ഈ രത്നം വില നൽകി വാങ്ങാം. മറ്റുള്ളവർക്ക് ഇത് പറ്റത്തില്ല. ഇനി എന്റെ കയ്യിൽ ഇരിക്കുന്ന രത്നത്തിന്റെ വില കോടി 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 രൂപ ആണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ആർക്കും എന്റെ കയ്യിൽ നിന്ന് വില നൽകി ഈ രത്നം മേടിക്കാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ രത്നം വേണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ. ഞാനത് വെറുതെ സൗജന്യമായി നിങ്ങൾക്ക് തരിക. നമ്മൾ പറഞ്ഞു, ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാപം ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന്റെ തിരുമുൻപിൽ അനന്തമായ ഒരു കടം, ഇൻഫിനിറ്റ് പെനാലിറ്റി പേറുന്നവനായി മാറുന്നു. നമ്മളെല്ലാവരും ദൈവത്തിനു മുൻപിൽ അനന്തമായ ഒരു കടം പേറുന്നവരാണ്. എന്നാൽ ഇതിന് പരിഹാരം ചെയ്യാനുള്ള കഴിവ് നമുക്കില്ല. യേശുവിന്റെ കുരിശുമരണം മാത്രമാണ് അനന്തമായ മൂല്യമുള്ള ഒരു പരിഹാര പ്രവൃത്തി. ഈ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ മാത്രമേ നമ്മുടെ പേരിലുള്ള ഈ അനന്തമായ കടം മാറിപ്പോകത്തുള്ളൂ. എന്നാൽ ദൈവത്തിന് എന്തെങ്കിലും അങ്ങോട്ട് നൽകി ഈ കുരിശുമരണത്തിന്റെ യോഗ്യത സ്വന്തമാക്കുവാനായിട്ട് നമുക്കൊരിക്കലും പറ്റത്തില്ല. കാരണം നമ്മൾ എന്തെല്ലാം ദൈവത്തിന് അങ്ങോട്ട് കൊടുത്താലും അതിന്റെ എല്ലാം മൂല്യം അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് പരിമിതം, ഫൈനൈറ്റ് ആണ്. എന്നാൽ യേശുവിന്റെ കുരിശിലെ യാഗത്തിന്റെ വില അനന്തമാണ്. അതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും അങ്ങോട്ട് നൽകി യേശുവിന്റെ ഈ കുരിശുമരണത്തിന്റെ യോഗ്യത സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് പറ്റത്തില്ല. പിന്നെ ഒരു വഴിയേ ഉള്ളൂ, ദൈവം ഈ കുരിശുമരണത്തിന്റെ യോഗ്യത നമുക്ക് വെറുതെ സൗജന്യമായി നൽകുക. അങ്ങനെ മാത്രമേ നമ്മുടെ പേരിലുള്ള ഈ അനന്തമായ കടത്തിന് പരിഹാരം കാണുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണത്തിന്റെ കാര്യത്തിലേക്ക് പോകാം. അതായത്, ഒരു നാട്ടില് വളരെ ധനികനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അപ്പോൾ അയാള് ആ നാട്ടിലെ പാവപ്പെട്ടവർക്കെല്ലാം 1,00,000 രൂപ സഹായമായി നൽകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ആ നാട്ടിലെ ദരിദ്രർ എല്ലാവരും തന്നെ ഈ ധനവാന്റെ അടുത്ത് വന്ന് 1,00,000 രൂപ കൈപ്പറ്റി വളരെ സന്തോഷത്തോടെ തിരിച്ചുപോയി. അപ്പോൾ ആ നാട്ടിലെ ഒരു ദരിദ്രൻ മാത്രം ഇങ്ങനെയൊരു നിലപാടെടുത്തു: ഈ ധനവാന്റെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. അയാൾ ഇങ്ങനെയൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ധനികന് ആ പാവപ്പെട്ടവനെ സഹായിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മളെല്ലാവരും ദൈവത്തിനു അനന്തമായ കടം പേറുന്നവരാണ് എന്ന്. ഇതിന് പരിഹാരം ചെയ്യുവാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. യേശുവിന്റെ കാൽവരിയാഗം മാത്രമാണ് അനന്തമായ മൂല്യമുള്ള പരിഹാര പ്രവൃത്തി. എന്നാൽ ദൈവത്തിന് എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്ത് ഈ കുരിശുമരണത്തിന്റെ യോഗ്യത സ്വന്തമാക്കുവാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ കൊടുക്കുന്നതിന്റെ എല്ലാം വില പരിമിതമാണ്. യേശുവിന്റെ കുരിശുമരണത്തിന്റെ വിലയാകട്ടെ അനന്തവും. പിന്നെ ഒരു നിവൃത്തിയുള്ളൂ, നമ്മൾ പറഞ്ഞതുപോലെ ദൈവം ഈ കുരിശുമരണത്തിന്റെ യോഗ്യത അത് നമുക്ക് ചുമ്മാ തരിക. പക്ഷേ യേശുവിൽ വിശ്വസിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. യേശുവിനെ എനിക്ക് ആവശ്യമില്ല എന്ന ഒരു നിലപാട് ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പേരിലുള്ള അനന്തമായ കടം യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ക്ഷമിക്കുവാൻ ദൈവത്തിന് സാധിക്കത്തില്ല. ഇനി നമുക്ക് ചില ദൈവവചനങ്ങൾ പരിശോധിക്കാം. ആദ്യമായിട്ട് റോമാലേഖനം 3-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി
അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. അപ്പോൾ ഈ വചനത്തില് ആദ്യം തന്നെ പറയുന്നത് ഇതാണ്: എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അതായത് ദൈവത്തിന്റെ അനന്തമായ നീതിയുടെയും പരിശുദ്ധിയുടെയും മാനദണ്ഡം അനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ ആദ്യത്തെ പാപം ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിനു മുൻപിൽ അനന്തമായ ശിക്ഷ അർഹിക്കുന്നവരായി മാറുന്നു. മനുഷ്യരെല്ലാവരും ഒരു പാപമെങ്കിലും ചെയ്തിട്ടുള്ളവരുമാണ്. ഇക്കാരണത്താല് ദൈവത്തിന്റെ തിരുമുൻപിൽ നിൽക്കാനുള്ള യോഗ്യത ഒരു മനുഷ്യനുമില്ല. എല്ലാ മനുഷ്യരും നരകശിക്ഷ അർഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് റോമ 3:23 വചനം പറയുന്നത്: എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. ഇനി 24 വചനം ശ്രദ്ധിക്കുക: അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അതായത് നമ്മളെല്ലാവരും ദൈവത്തിന്റെ മുൻപിൽ അനന്തമായ കടം പേറുന്നവരാണ്. ഇതിന് പരിഹാരം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. യേശുവിന്റെ കുരിശുമരണം മാത്രമാണ് അനന്തമായ മൂല്യമുള്ള ഒരു പരിഹാര പ്രവൃത്തി. എന്നാല് നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്ത് ഈ കുരിശുമരണത്തിന്റെ യോഗ്യത സ്വന്തമാക്കുവാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ എല്ലാം വില പരിമിതമാണ്. യേശുവിന്റെ കുരിശുമരണത്തിന്റെ വില അനന്തവും. ഇക്കാരണത്താല് ഈ കുരിശുമരണത്തിന്റെ യോഗ്യത നമുക്ക് സൗജന്യമായി നൽകാൻ ദൈവം തീരുമാനിച്ചു. അതാണ് ഈ റോമ 3:24 വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്: അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. എന്നാല് നമ്മൾ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാകണം. യേശുവിനെ എനിക്ക് വേണ്ട എന്ന നിലപാടെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേരിലുള്ള അനന്തമായ കടം യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ക്ഷമിക്കാൻ ദൈവത്തിന് സാധിക്കത്തില്ല. അതാണ് 25 വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്: വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. അപ്പോൾ നമ്മൾ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാകണം. അപ്പോൾ യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ നമ്മുടെ പേരിലുള്ള അനന്തമായ കടം ദൈവം ക്ഷമിക്കും. ഇനി നമുക്ക് മറ്റൊരു ദൈവവചനം പരിശോധിക്കാം. എഫേസോസ് ലേഖനം 2-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. എഫേസോസ് 2:8 പറഞ്ഞിരിക്കുന്നത് ഇതാണ്: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അതായത് രക്ഷ പ്രാപിക്കുന്നതിന്, നരകശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടുന്നതിന് 2 കാര്യങ്ങളാണ് ആവശ്യം: വിശ്വാസവും കൃപയും. കൃപ എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്തു തരുന്ന കാര്യങ്ങളാണ്. അത് ഏറ്റവും പ്രധാനമായിട്ട് യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ദൈവം നമുക്ക് നൽകുന്ന ദൈവിക ജീവൻ, അതിനെയും കൃപ എന്നാണ് പറയുന്നത്. കൃപ ദൈവത്തിന്റെ റോളാണ്. ദൈവം തരുന്നു, നമ്മൾ സ്വീകരിക്കുന്നു എന്ന് മാത്രം. പിന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് ഇതാണ്: വിശ്വാസം. തുടർന്ന് വചനം പറയുന്നു: അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അതായത് ഈ യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യത അത് അങ്ങോട്ട് ദൈവത്തിന് എന്തെങ്കിലും കൊടുത്ത് സ്വന്തമാക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം അത് വെറുതെ തന്നു, തികച്ചും ഒരു ദാനമായി നമുക്ക് തന്നു. അതാണ് വചനം പറയുന്നത്: അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. പിന്നെ പ്രത്യേകം എടുത്തു പറയുന്നു: അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. കാരണം നമ്മൾ എന്ത് സൽപ്രവൃത്തി ചെയ്താലും ആ സൽപ്രവൃത്തിയുടെ മൂല്യം, വില എന്ന് പറയുന്നത് പരിമിതം, ഫൈനൈറ്റ് ആണ്. എന്നാൽ യേശുവിന്റെ കുരിശുമരണത്തിന്റെ വില അനന്തവും. അതുകൊണ്ട് എന്തെങ്കിലും സൽപ്രവൃത്തികൾ ദൈവത്തിന്റെ തിരുമുമ്പിൽ ചെയ്ത് ഈ യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യത സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് പറ്റത്തില്ല. പിന്നെയോ ദൈവം അതൊരു ദാനമായി നമുക്ക് വെറുതെ തന്നു. അതായത് നമ്മുടെ ഈ അനന്തമായ കടം യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ക്ഷമിക്കപ്പെടുന്നത് തികച്ചും സൗജന്യമായിട്ടാണ്. അത് ഒരു ദാനം മാത്രമാണ്. അതായത് ഈ നരകശിക്ഷയിൽ നിന്നുള്ള വിടുതൽ അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കുന്നതല്ല, അത് ദൈവത്തിന്റെ ഒരു സൗജന്യ ദാനം മാത്രമാണ്. ഇനി നമുക്ക് ലൂക്കായുടെ സുവിശേഷം
23 അധ്യായം 42 മുതൽ 43 വരെയുള്ള വചനങ്ങൾ പരിശോധിക്കാം. നമുക്കറിയാം, യേശുവിനെ കുരിശിൽ തറച്ച സമയത്ത് യേശുവിന്റെ ഇരുവശത്തുമായി ഓരോ കള്ളന്മാരെയും തറച്ചിരുന്നു. അതിൽ ഒരു കള്ളൻ യേശുവിനെ ദുഷിച്ചു പറയുന്നതായിട്ട് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുന്നു. നീ ക്രിസ്തുവാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക, ഞങ്ങളെയും രക്ഷിക്കുക. എന്നാൽ മറ്റേ കള്ളൻ അവനെ ശാസിക്കുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ആ മറ്റേ കള്ളൻ പറഞ്ഞു, നിനക്ക് ദൈവഭയമില്ലേ? നമ്മുടെ അകൃത്യങ്ങൾക്കുള്ള ശിക്ഷ നമുക്ക് ലഭിച്ചിരിക്കുന്നു, നമ്മൾ ഇത് അർഹിക്കുന്നതാണ്. എന്നാൽ ഈ മനുഷ്യൻ ഒരു പാപവും ചെയ്തിട്ടില്ല. തുടർന്ന് ഈ നല്ല കള്ളൻ യേശുവിനോട് പറയുന്ന ആ വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കും. കാണുക, ഈ നല്ല കള്ളൻ, അയാള് യഥാർത്ഥത്തിൽ കള്ളൻ തന്നെയാണ്. കാരണം അയാൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അയാൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശിക്ഷ അയാൾ അർഹിക്കുന്നതാണ് എന്ന്. അതിനുള്ള അകൃത്യങ്ങൾ ജീവിതത്തിൽ അയാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ കാണുക, ഈ ജീവിതത്തിന്റെ അന്ത്യനിമിഷത്തിൽ അയാള് യേശുവിൽ വിശ്വസിക്കാനായിട്ട് തയ്യാറാകുന്നു. അയാള് രക്ഷപ്രാപിക്കുകയും ചെയ്യുന്നു. നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഈ കള്ളൻ ഒരു സൽപ്രവൃത്തികളും ചെയ്തല്ല രക്ഷ പ്രാപിച്ചിരിക്കുന്നത്, വെറും വിശ്വാസത്താൽ മാത്രമാണ്. ഇനി നമുക്ക് ലൂക്കായുടെ സുവിശേഷം 18 അധ്യായം 11 മുതൽ 14 വരെയുള്ള വചനങ്ങൾ പരിശോധിക്കാം. ചുങ്കക്കാരന്റെയും ഫരിസയന്റെയും ഉപമയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് പരിചിതമായ ഒരു വചനഭാഗം. ഒരു ഫരിസയനും ഒരു ചുങ്കക്കാരനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. ഈ ഫരിസയൻ എന്ന് പറയുന്നത് യഹൂദമതത്തിൽ ഈ നിയമങ്ങളൊക്കെ കൂടുതൽ കർക്കശമായി പാലിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഈ ചുങ്കക്കാരനാകട്ടെ ടാക്സ് കളക്ടർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഈ യഹൂദരിൽ നിന്ന് കരം പിരിച്ച് റോമൻ ഗവൺമെന്റിന് കൊടുക്കുന്ന പണിയാണ് അയാളുടേത്. അപ്പോൾ ഈ ചുങ്കക്കാരെ ഈ യഹൂദര് വളരെ വെറുത്തിരുന്നു. അങ്ങനെ ഒരു കൂട്ടരായിരുന്നു ഈ ചുങ്കക്കാര്. അപ്പോൾ ഒരു ഫരിസയനും ഒരു ചുങ്കക്കാരനും കൂടി ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോകുന്ന രംഗമാണ് ഈ ഉപമയിൽ യേശു പറയുന്നത്. ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഫരിസയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ, പാപിയായി എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. കാണുക, ഈ ഫരിസയൻ വാസ്തവത്തിൽ വളരെ നല്ലൊരു മനുഷ്യനാണ്. അക്രമം ചെയ്തില്ല, നീതിരഹിതമായി പ്രവർത്തിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. സമ്പാദിക്കുന്ന സകലതിന്റെയും ദശാംശം ദേവാലയത്തിലായിരിക്കണം കൊടുക്കുന്നു. എന്നാൽ ഈ ചുങ്കക്കാരന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ തന്റെ പേരിൽ ഒരു മേന്മയുമില്ല. അയാള് ദൈവത്തിന് മുമ്പിൽ, ദൈവമേ, പാപിയായി എന്നിൽ കനിയണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം നീതീകരിച്ചത് ആ ഫരിസയനെയല്ല, പിന്നെയോ ചുങ്കക്കാരനെയാണ്. അപ്പോൾ കാണുക, ഈ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടത് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തതുകൊണ്ടല്ല. അയാള് ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചു. അയാള് നീതീകരിക്കപ്പെടുകയും ചെയ്തു. ഇവിടെയും നമ്മൾ കാണുന്നത് ഈ രക്ഷ എന്ന് പറയുന്നത് അത് പ്രവർത്തികളുടെ ഫലമല്ല, പിന്നെയോ വിശ്വാസത്തിന്റെ മാത്രം ഫലമാണ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ച കാര്യം ചുരുക്കത്തിൽ ഇതാണ്: മനുഷ്യരായ നമ്മളെല്ലാവരും ദൈവത്തിന്റെ മുൻപിൽ നരകശിക്ഷ അർഹിക്കുന്ന പാപികളാണ്, അനന്തമായ ഒരു കടം പേറുന്നവരാണ്. ഇതിന് പരിഹാരം ചെയ്യുവാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. കാരണം നമ്മൾ എന്തെല്ലാം പരിഹാര പ്രവൃത്തികൾ ചെയ്താലും, എന്തെല്ലാം ഭക്തകർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും, എന്തെല്ലാം നന്മ പ്രവൃത്തികൾ അല്ലെങ്കിൽ സൽപ്രവൃത്തികൾ ചെയ്താലും അവയുടെ എല്ലാം മൂല്യം, വില എന്ന് പറയുന്നത് പരിമിതം, ഫൈനൈറ്റ് ആണ്. എന്നാൽ യേശുവിന്റെ കുരിശുമരണം മാത്രമാണ് അനന്തമായ മൂല്യമുള്ള ഒരു പരിഹാര പ്രവൃത്തി. ഇക്കാരണത്താല്
യേശുവിന്റെ കുരിശുമരണത്തെ മുൻനിർത്തി മാത്രമേ നമുക്ക് രക്ഷയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ അനന്തമായ കടം ക്ഷമിക്കപ്പെടുകയുള്ളൂ. എന്നാൽ ദൈവത്തിന് എന്തെങ്കിലും അങ്ങോട്ട് നൽകി ഈ കുരിശുമരണത്തിന്റെ യോഗ്യത സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ എന്തെല്ലാം ദൈവത്തിന് നൽകിയാലും അവയുടെ എല്ലാം മൂല്യം പരിമിതമാണ്. യേശുവിന്റെ കുരിശുമരണത്തിന്റെ വിലയാകട്ടെ അനന്തവും. ഇക്കാരണത്താല് ദൈവം ഈ യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യത നമുക്ക് വെറുതെ നൽകാൻ, സൗജന്യമായി നൽകാൻ തീരുമാനിച്ചു. പക്ഷേ നമ്മൾ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാകണം എന്ന് മാത്രം. യേശുവിനെ എനിക്ക് വേണ്ട എന്നൊരു നിലപാട് നമ്മൾ എടുത്താൽ പിന്നെ നമ്മുടെ പേരിലുള്ള അനന്തമായ കടം യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ക്ഷമിക്കുവാൻ ദൈവത്തിന് സാധിക്കത്തില്ല.